ഹലോ കൂട്ടുകാരി, ഇന്നെൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷുഗറിൻ്റെ ഒരു ഇലയാണ്. അപ്പോൾ അതിനെ നമ്മൾ തോരൻ വച്ച് കഴിക്കും. അപ്പോൾ എല്ലാ വീടുകളിലൊക്കെ നട്ട് പൊടിപ്പിച്ചിട്ടുണ്ട് ഈ ഇല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുരിക്കിൻ്റെ ഇല പോലെ തോന്നും. കണ്ട, മുരിക്കിൻ്റെ ഇല പോലെയാണ് തോന്നുന്നതെങ്കിലും പക്ഷേ മുരിക്കിൻ്റെ ഇലയ്ക്ക് ഭയങ്കര അതിൻ്റെ കമ്പിനൊക്കെ വലിയ കനവും ബലമൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഇല കണ്ട, മുരിക്കിൻ്റെ ഇലയുടെ ഒരു ഷേപ്പാണെങ്കിൽ പോലും പക്ഷേ എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതേ കണക്കത്തെ. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ വില കുറവാണ്. നമുക്ക് മണ്ട ഒടിച്ച് നട്ടൊക്കെ കൊടുക്കുക. ഇതില്ല, മണ്ട ഒടിച്ച് നട്ട് കൊടുക്കുമ്പോൾ പൊടിച്ച് വരുന്ന ഒരു പിന്നെ ഷുഗറിൻ്റെ മരുന്നാണ്. അപ്പോൾ ഇത് എല്ലാവരും തോരൻ വെച്ച് കഴിക്കും. സാധാരണ നമ്മൾ ഈ ഇലക്കറികൾ ഇലച്ചീരകളൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നത് പോലെ ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അങ്ങനെയുള്ള ഉപയോഗമുള്ളൊരു ഇലയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ നട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് അവരെ വീട്ടിൽ നട്ടിട്ടുണ്ട്. 2 വീടുകളിലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മേലത്തൊരു വീട്ടിൽ, അപ്പോൾ അവർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അവർക്ക് കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചീര തോരൻ വെച്ച് അവർ കഴിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ചെറിയ കമ്പ് കൊണ്ടൊക്കെ നട്ടതാണ്, ഒടിച്ച് കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ ഇത് പൊടിച്ച് വരും, പൊടിക്കുന്നൊരു ചീരയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ സാധാ തോരൻ വയ്ക്കുന്ന കണക്ക് തന്നെ തേങ്ങയൊക്കെ അരച്ച് പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും 2 ജീരകവും ഒക്കെ എല്ലാം സാധാ നമ്മൾ അരച്ച് നമ്മൾ തോരൻ വയ്ക്കുന്ന കണക്ക് തന്നെ ഇത് കഴിക്കുന്നൊരു ഇലയാണ്. അപ്പം കണ്ടില്ലേ നിങ്ങൾ ഇലയൊക്കെ കണ്ട, ഈ ആകൃതി വലുപ്പമാണ് ഇലയ്ക്ക്. കണ്ട, ഇതിൻ്റെ മണ്ട ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ഇരിക്കും ഈ തോരൻ വയ്ക്കുന്നത്. മിക്കവാറും ഇപ്പോൾ എല്ലാ വീടുകളിലും ഇത് കൊണ്ട് നട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇത് കൊണ്ടുവന്ന് നട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നട്ട് പൊടിപ്പിച്ച്, ഇല്ലാത്തവരാണെങ്കിൽ കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിച്ച് ഇതുപോലെ ഷുഗറിന് തോരൻ വെച്ച് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.